രേവതി സമ്പത്ത് ഇപ്പം റിയാസ് ഖാനെ പറ്റി പറഞ്ഞ് അതിൽ നിന്ന് എനിക്ക് താങ്കൾ പറഞ്ഞു താങ്കൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിഞ്ഞില്ല. അത് കേട്ടിട്ട് അടുത്ത ചോദ്യം എങ്ങനെ ചോദിക്കണം, ഇനി എന്ത് പറയണം അല്ലെങ്കിൽ ചോദിക്കണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും വാക്കുകൾ കിട്ടാത്ത അവസ്ഥയാണ്. അതായത് എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുക? ഒരു തരത്തിലും പരിചയമില്ലാത്ത, ഒരു തരത്തിലും ഇതിനു മുൻപ് കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത വ്യക്തിയോട് എങ്ങനെയാണ് ആദ്യത്തെ ഹലോയിൽ ഇങ്ങനെ ചോദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ഒരു ഇങ്ങനെ പറയുന്ന ക്രിമിനൽസ് എല്ലാവരും ചെയ്യുന്ന അവരുടെ ഒരു റെഗുലർ പാറ്റേൺ ആണ്. നമുക്കാണ് തോന്നുന്നത്, നമ്മളതല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവരുടെ പേഴ്സണാലിറ്റിയിൽ അങ്ങനെ ഒരു ലാക്ക് ഓഫ് റിമോഴ്സ് ആണ് അവർക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ ഗിൽറ്റോ ഇതൊന്നും തന്നെ ഇല്ലല്ലോ. അറ്റാക്കിംഗ് നേച്ചറും അങ്ങനെയുള്ള അഗ്രസീവ്നെസ്സും ഇതൊക്കെ തന്നെയല്ലേ അവർക്കുള്ളത്. അപ്പം അവർക്കൊരു ഷെയിമും ഇല്ല എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി കോമൺ ടു ആസ്ക് എന്നുള്ളൊരു ഒരു രീതിയും ആ ഒരു അതോറിറ്റിയും ഇതൊക്കെയാണ്. അവരെന്തോ സംഭവമാണെന്ന് അവരെ അങ്ങനെ ആക്കി വെച്ചൊരു സമൂഹം കൂടെ ഉണ്ട്. അതായത് ഇങ്ങനെ എടുത്ത് തലയിൽ പൊക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു അതിൽ നിന്ന് എന്താണ് ആർജവം കൊണ്ട് എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കുമല്ലോ, ഞാൻ എന്ന ഒരു ഇത്. അപ്പം അതെല്ലാം കൂടെ കൊണ്ടായിരിക്കണം ഈ ക്രിമിനൽ ആക്ടിവിറ്റി അവർക്ക് വളരെ ലാഘവത്തോടു കൂടി ആരോടും വിളിച്ച് പറയാനും ചെയ്യാനും ഒക്കെ പറ്റുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം പലരും ഒരുപക്ഷെ ഇപ്പം നമ്മൾ പറയില്ല ഇത് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്, ഇനിയും കുറേ ഘട്ടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം രേവതിയുടെ കാര്യത്തിലാണെങ്കിൽ ശരി, ഇപ്പം സിദ്ദിഖ് രാജിവെച്ചു, ഇപ്പം റിയാസ് ഖാൻ്റെ കാര്യത്തിൽ നമ്പർ ബ്ലോക്ക് ചെയ്തു, പിന്നീട് വിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല രേവതിയെ. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഇപ്പം ഒരു പരിചയമില്ലാത്ത രേവതിയെ ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ എത്ര ഇതാ ഒരു സ്വാഭാവികമായ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. എത്ര പേർ ഈ സമാനമായ രീതിയിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടുണ്ടാവും അല്ലേ? അത് പറയാനെ കൊണ്ട് ഇഷ്ടംപോലെ പറയാനുണ്ട്. എനിക്കറിയുന്ന സുഹൃത്തുക്കളാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ഇപ്പം മാമാമിയ ഹോട്ടൽ അയാളുടെ ഹോട്ടലാണ്, പണ്ടിപ്പം ഉണ്ടോ എനിക്ക് ആ ഹോട്ടലൊന്നും അറിയില്ല. അവിടെ വർക്ക് ചെയ്ത കുറച്ച് സ്ത്രീകളാണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഒക്കെ അവർ പേഴ്സണലി വന്നിട്ട് അവർക്ക് പല സാഹചര്യം കൊണ്ട് പുറത്ത് പറയാൻ പേടിയും, അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ കൊണ്ടാണ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തിപരമായി എന്നെ കണ്ടിട്ടും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും. ആൻഡ് ദിസ് ഇസ് കോമൺ. മസ്കറ്റ് ഹോട്ടൽ, മെസ്സഞ്ചർ, വാട്സാപ്പ്, ലോങ് നെയിൽസ്, അയാളുടെ ഈ പറയുന്ന ടേംസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് കോമൺ. അയാളുടെ എല്ലാ സർവൈവേഴ്സിൻ്റെ അടുത്തും സിമിലർ അപ്രോച്ചാണ് നടത്തുന്നത്. അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ് അയാളിൽ നിന്ന് വരുന്നത്. സോ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്ത് സർവൈവേഴ്സായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി. ലോങ് നെയിൽസ് എന്ന് പറയുമ്പോൾ ഇയാൾ ടെക്സ്റ്റ് അയച്ച ഒരു ഇതൊക്കെ എന്താ പറയുക, വാട്സപ്പിൽ അയച്ചാൽ ഇത് നമ്മുടെ ഫോട്ടോസ് ചോദിക്കുക, ന്യൂഡ് ഫോട്ടോസ് ചോദിക്കുക, നമ്മൾ എന്താണ് പിന്നെ നമ്മുടെ ഫിംഗേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വിരൽ നമുക്ക് ക്ലോസപ്പിൽ ഫോട്ടോ അയക്കാൻ പറയും അയാൾക്ക്. എനിക്ക് ലോങ് നെയിൽസ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഹി സെഡ് ദാറ്റ് അയാൾക്കൊരു ഫാൻറ്റസി ഉണ്ട്, എന്താണ് വളരെ നെയിൽ പോളിഷ് ചെയ്ത ലോങ് നെയിൽസ് എന്ന് പറഞ്ഞ അയാളുടെ നീണ്ട കൈവിരലുകളുള്ള കുട്ടികളെ ഇഷ്ടമാണ്. ഇങ്ങനെയാണ് അയാൾ പച്ചമലയാളത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഞാൻ രേവതിയുടെ നഖങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നെയിൽ പോളിഷ് അടിച്ചപ്പോൾ അത് എനിക്ക്. സോ ഇങ്ങനത്തെ കുറേ വൃത്തികേടുകൾ ഇയാൾ പറയും. എല്ലാ കാര്യങ്ങളും, അതായത് ഇതെല്ലാം അയാൾ ടെക്സ്റ്റിലൂടെയും ഡയറക്റ്റായിട്ടും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. സ്കൈപ്പിൽ വീഡിയോ കോൾ ചെയ്യും. രേവതി തന്നെ പറഞ്ഞു ഇത്രയധികം അനുഭവങ്ങൾ, ഇത്രയധികം സർവൈവേഴ്സ് ഉണ്ട്. ഒരാൾക്കും പുറത്തു പറയാനുള്ള ഭയമായിരുന്നു അല്ലേ ഒരുപക്ഷെ അന്ന്? ഇയാളുടെ ഒരു രീതി ഉണ്ടല്ലോ, അറ്റാക്കിംഗ് നേച്ചർ. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഞാൻ വില കൊടുക്കേണ്ടി വന്ന കുറേ കാര്യങ്ങൾ കണ്ടില്ലേ. അതൊക്കെ കൊണ്ടും പല ഫാക്ടേഴ്സ് കൊണ്ടും ഞാനൊക്കെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ടു ബി വെരി ഫ്രാങ്ക് പറയാണ്, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ബിക്കോസ് ഓഫ് എൻ്റെ അമ്മ അച്ഛൻ അവർ തന്ന ഒരു സപ്പോർട്ട് അതിഭീകരമായതുകൊണ്ടാണ്. പലപ്പോഴും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അവരുടെ ഇപ്പം എപ്പോഴും നമുക്ക് നമ്മളെ ചേർത്ത് പിടിക്കാൻ പറ്റണമെന്നില്ല. ചില സമയത്ത് നമ്മൾ വീക്കാണ്, നമ്മൾ തളർന്നു പോയി, അതായിരിക്കും റിയാലിറ്റി. അപ്പോൾ അവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെയാണ് അവിടെ നിന്ന് എനിക്ക് വരാൻ പറ്റിയത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ആ സമയങ്ങളിലൊന്നും പലയിടത്തും ഉണ്ടായിരുന്നില്ല. ഫോർച്ചുനേറ്റ്ലി ഉണ്ടാവുന്ന ഇടങ്ങളും ഉണ്ട്, ബട്ട് ഇറ്റ്സ് റെയർ. നമുക്ക് എല്ലായിടത്തൊന്നും അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നോട് സംസാരിക്കാൻ പോലും ചിലർക്ക് പേടിയാണ്. പല പുതിയ സംവിധായകർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് സംസാരിക്കാനോ ഒരു സ്പേസ് ഷെയർ ചെയ്യാനോ എന്തിനും ഒരു പേഴ്സണൽ കോൺവെർസേഷന് പോലും ദേ ആർ നോട്ട് റെഡി എന്നുള്ളതാണ്. അതായത് അവരെന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് മേ ബി അവരുടെ ഫിലിംസിൽ അയാൾ കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇവർക്ക് നേരിടാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഇല്ല, നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ടെക്സ്റ്റ് മെസ്സേജും അല്ലെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ ഇങ്ങനെ മോശം മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അത് ഒരു തെളിവല്ലേ? ആ തെളിവ് വെച്ച് പരാതിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലേ? മിനിമം ആ സിനിമയുടെ നിർമ്മാതാവിനോ അല്ലെങ്കിൽ സംവിധായകനോ, അമ്മ എന്നൊരു സംഘടനയുണ്ട്, അതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എന്നാലും ആരെങ്കിലും അറിയിക്കാമായിരുന്നില്ലേ അങ്ങനെ? എനിക്ക്
കേസിന് പോകണം എന്ന് എനിക്ക് ഭാവിയിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോവും. എൻ്റെ കയ്യിൽ എവിഡൻസിൽ ഇയാൾ അയച്ച മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പോകണം എന്ന് തോന്നിയാൽ ഞാൻ ഭാവിയിൽ പോകും. ഇപ്പോൾ നിലവിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതെന്ന് വെച്ചാൽ കരിയർ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. ഓൺലി വൺ റീസൺ ഈസ് ഐ എം കരിയർ ഓറിയൻറ്റഡ്. ഐ ഡോണ്ട് ഹാവ് എനി സിംഗിൾ ടൈം ടു വേസ്റ്റ്. ഇത് മാത്രമാണ്. ഇപ്പോഴും രേവതിയുടെ കയ്യിൽ ആ തെളിവുകളുണ്ട്. ഇവരെല്ലാവരും അയക്കുന്ന മീഡിയ ആ തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ കാണിച്ചവരോട് നമ്മളത് കാണിച്ചു കൊടുത്തു. നമ്മൾ എവിടെയൊക്കെയാണോ ഈ ഞാൻ പറഞ്ഞു ഹെൽപ്പ് സീക്ക് ചെയ്ത ഡോറുകളിലാണെങ്കിലും ചില സപ്പോർട്ട് ഗ്രൂപ്പ്സിലാണെങ്കിലും ഇൻഡിവിജ്വലി പേഴ്സണലി ആണെങ്കിലൊക്കെ എവരിബഡി നോസ് ഇറ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതും അവരും ഒക്കെ ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ സിമിലർ കൈൻഡ് ഓഫ് ചാറ്റുകൾ തിരിച്ച് എൻ്റെ സുഹൃത്തുക്കൾ ഇയാൾ അയച്ച് ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും അറിയാം സിമിലർ വേർഡുകളാണ്, സിമിലർ അപ്രോച്ചുകളാണ്. ആദ്യം പോയി ഭയങ്കരമായിട്ട് കൺഗ്രാറ്റ്സ് ചെയ്യും. മിക്കപ്പോഴും ഇയാൾ സെലക്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്, ലൈക്ക് മ്യൂസീഷ്യൻസ്, അതുപോലെ പെയിൻറ്റേഴ്സ്, വരയ്ക്കുന്നവർ, ഇവരെയൊക്കെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം പോയി അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യും. അയ്യോ നല്ല രസമുണ്ടല്ലോ മോളെ. അവിടെയും മോളെയാണ്. ഈ മോളെ, മസ്കറ്റ് ഹോട്ടൽ, ഇതൊക്കെ വളരെ കോമൺ ആണ്. അപ്പം പിന്നെ അടിപൊളിയാണല്ലോ എന്ന് പറയും. അപ്പം അയ്യോ സാർ, എനിക്ക് മനസ്സിലായില്ല മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ. അതെ, മസ്കറ്റ് ഹോട്ടൽ അയാളുടെ സ്ഥിരം താവളമാണ്. ഞാൻ അവിടെ ട്രാപ്പിലാവപ്പെട്ടപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ എനിക്ക് ഇയാൾ നിരന്തരം അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാൻ അയാൾക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു സ്പേസ് പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അതിൻ്റെ പല ഇമേജസും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും എല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ ട്രാപ്പ് നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും ഒന്നും അറിയാത്ത ആൾക്കാരല്ല. അപ്പം പിന്നെ അവിടെയാണ് ഇയാൾ വന്നാൽ നിരന്തരം നിൽക്കുന്നത്. അങ്ങനെയാണ് എത്ര സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തതും അവിടെയാണ്. എന്നെ പോലെ വേറെ കുറേ കേസുകൾ, ഇതൊക്കെ ഐ നോ പേഴ്സണലി കുറേ വിഷയങ്ങൾ. അപ്പം ഇത് ഇയാളുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണെന്നാണ് പറയുന്നത്. ഇയാൾ വന്നാൽ സ്റ്റേ ചെയ്യുന്ന അവിടെയാണ്. ആളുകളെ ഡിസ്കഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് പലപ്പോഴും അവിടെയായിരിക്കും. മെസ്സഞ്ചറിലൂടെ ആയിരിക്കും ഇയാൾ കോൺടാക്ട് ചെയ്യുന്നത്. ഈ ലോങ് നെയിൽസ് എന്ന് പറയുന്ന ഒരു സിനോണിം പലയിടത്തും പോകുന്നുണ്ട്. ഇതുപോലെ കുറേ ഒരു റെഗുലർ പാറ്റേൺ ഉണ്ട് അയാളുടെ ഒരു അപ്രോച്ചിന്. അത് സർവൈവേഴ്സിൻ്റെ സെൻറ്ററിൽ നിന്ന് നോക്കുമ്പം നമുക്ക് ഒരു കോമണിസം അതിനകത്ത് കാണാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്.